Hi all of you. നമ്മൾ ഇന്ന് AC ജോസഫ്സൺ ഇഫക്റ്റ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ earlier നമ്മൾ DC ജോസഫ്സൺ ഇഫക്റ്റ് കണ്ടു കഴിഞ്ഞു. അതിൽ നിന്നും AC ജോസഫ്സൺ ഇഫക്റ്റിലേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സിനെ നമ്മളൊരു വളരെ തിന്നായിട്ടുള്ള ഒരു ഇൻസുലേറ്റിംഗ് ലെയർ about 10 ആംസ്ട്രോങ് or 20 ആംസ്ട്രോങ് ലൈക്ക് ദാറ്റ് നമ്മൾ അതിനെ സാൻഡ്വിച്ച് ചെയ്യാണ്. എന്നിട്ട് DC-യിൽ നിന്നും വ്യത്യാസം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ നമ്മൾ ഇതിനെ അക്രോസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. സോ SC1 SC2 എന്നാണ് സൂപ്പർ കണ്ടക്ടേഴ്സിനെ നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്യുന്നതെങ്കിൽ വി ആർ കണക്ടിങ് എ വോൾട്ടേജ്, ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ SC1 ആൻഡ് SC2. ഇതാണ് നമ്മുടെ വ്യത്യാസം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കൊണ്ട് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് Q × V ആയിരിക്കും. സോ ഇവിടെ Q എന്ന് പറയുന്നത് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇവിടെ Q എന്ന് പറയുന്നത് സിൻസ് ഇറ്റ് ഈസ് എ സൂപ്പർ കണ്ടക്ടർ ദ ചാർജ് വിൽ ബി 2E ബിക്കോസ് ഓഫ് ദ കൂപ്പർ പെയർ. കൂപ്പർ പെയറിന്റെ ചാർജ് നമുക്കറിയാം Q എന്ന് പറയുന്നത് 2E ആണ്. സോ അതായിരിക്കും ചാർജ് Q എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞതുപോലെ വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഹിയർ ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേവ്സ് ഇൻ SC1 ആൻഡ് SC2. അതാണ് പിന്നെ ഇവിടെ നമുക്ക് കാണേണ്ടത്. അപ്പോൾ ശ്രോഡിഞ്ചർ ഇക്വേഷൻ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം, DC ജോസഫ്സൺ ഇഫക്റ്റ് പറഞ്ഞതുപോലെ നമ്മൾ ശ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി വരണം. ശ്രോഡിഞ്ചർ ഇക്വേഷൻ ഓഫ് SC1 നമുക്കറിയാം E psi is equal to H psi എന്നുള്ള ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അതിൽ നമുക്കറിയാം I × H cut dou psi 1 by dou t is equal to H cut into ട്രാൻസ്ഫർ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ക്യാപിറ്റൽ T എന്ന് പറയുന്നത്. ക്യാപിറ്റൽ T എന്ന് പറയുന്നത് ദ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദ ഇലക്ട്രോൺ ഫ്രം വൺ പോർഷൻ ടു അനദർ. അതാണ് ട്രാൻസ്ഫർ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ DC ജോസഫ്സൺ ഇഫക്റ്റിൽ കണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയത്. അപ്പൊ ഇനി നമുക്ക് എക്സ്ട്രാ ഇവിടെ ഉള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് EY എന്ന് പറയുന്നത്. ആ EY അല്ല EV എന്ന് പറയുന്നത്. EV ഓൾസോ ഷുഡ് ആക്ട് ഓൺ psi1. SC1 ആയതുകൊണ്ടാണ് IH cut into dou psi 1 by dou t is equal to capital H into psi1 എന്നാണ് വരേണ്ടത്. പക്ഷെ ആ H-നെ നമ്മൾ H psi1 റീപ്ലേസ് ചെയ്തിട്ടാണ് T psi2 ആയിട്ട് എഴുതുന്നത്. കാരണം നമുക്കറിയാം SC2-ൽ നിന്നും കാരിയർ വരണം, അതായത് അവിടെ നിന്നുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് വേവ് ഫംഗ്ഷൻ ഷുഡ് ബി ഫ്രം ദ സെക്കൻഡ് പാർട്ട്. അതുകൊണ്ടാണ് H കട്ട് ഇൻറ്റു ട്രാൻസ്ഫർ ഫംഗ്ഷൻ വന്നതുകൊണ്ടാണ് SC1 ആയിട്ട് കൂടി വേവ് ഫംഗ്ഷൻ ഓഫ് psi2 വരാൻ കാരണം. ബിക്കോസ് ദ കാരിയർ ഈസ് കമ്മിങ് ഫ്രം ദ അതർ പാർട്ട് എന്നുള്ളത് കാണിക്കാനാണ് T ഓഫ് psi2. പക്ഷെ നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് സെയിം എൻഡി തന്നെയാണ് എടുക്കേണ്ടത്. സോ മൈനസ് EV ഇൻറ്റു ദ ഓപ്പറേറ്റർ ഷുഡ് ആക്ട് ഓൺ psi1 ഇറ്റ്സെൽഫ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് SC1-ന്റെ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ശ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ് ഇറ്റ് ബി 2. ദെൻ SC2-ലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, IH കട്ട് ഇൻറ്റു dou psi2 by dou t is equal to H cut into നമുക്കറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ വന്നാൽ സെക്കൻഡ് പാർട്ടിലത് വേവ് ഫംഗ്ഷൻ psi1 ആയിരിക്കണം, മൈനസ് EV ഇൻറ്റു psi2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി നമുക്കറിയാം ഇതിന്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi1 ആണെങ്കിൽ N1 the whole raised to half. N1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ SC1 ആൻഡ് E raised to I theta 1. ദിസ് ഇസ് ദ ഫേസൽ പാർട്ട്. സോ psi2 എന്ന് പറയുന്നത് നമുക്കറിയാം N2 the whole raised to half into E raised to I theta 2. ഇനി ഇതിനെ നമുക്ക് 4 എന്നും 5 എന്നും കൊടുത്താൽ ഈ 4 ഉം 5 നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 4 ഡിഫറൻഷിയേറ്റ് ചെയ്ത് 2ലും 5 ഡിഫറൻഷിയേറ്റ് ചെയ്ത് 3ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ് ഇനി ചെയ്യാനുള്ളത്. ഫോർ ദാറ്റ് ഈ 4നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റിംഗ് 4. അപ്പൊ dou psi1 by dou t is equal to, ഇത് പ്രോഡക്റ്റ് റൂൾ ആയിട്ട്, N1 ഒരു കോൺസ്റ്റന്റ് അല്ല ഇവിടെ, അതുകൊണ്ട് ഇതിനെ ഒരു പ്രോഡക്റ്റ് റൂൾ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു E raised to I theta 1 ഇൻറ്റു I അല്ലെ ഇൻറ്റു dou theta 1 by dou t. ഇങ്ങനെ വേണം നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഓക്കെ.
So plus second function into e raised to I theta 1 into differentiation of second half into n1 into 1 minus അതായത് n x raised to n minus 1 half minus 1 is minus half into dou n1 by dou t. So this is the differentiation part. ഇനി ഇതിനെ നമ്മൾ 6 എന്ന് കൊടുത്താൽ put 6 in 2. So 2 കൊടുക്കുമ്പോൾ ഈ ഡ്രോ സൈ 1 ബൈ ഡോറ്റിക്ക് പകരം ഇത്രയും വലിയൊരു നീണ്ട സാധനമാണ് നമ്മൾ എഴുതേണ്ടത്. സോ ഐ ഇൻറ്റു എച്ച് കട്ട് ഇൻറ്റു n1 റൈസ് ടു ഹാഫ് ഇ റൈസ് ടു ഐ തീറ്റ 1 ഇൻറ്റു ഐ ഇൻറ്റു ഡോ തീറ്റ 1 ബൈ ഡോ ടി പ്ലസ് ഇ റൈസ് ടു ഐ ഇൻറ്റു തീറ്റ 1 ഇൻറ്റു ഹാഫ് ഇൻറ്റു n1 റൈസ് ടു മൈനസ് ഹാഫ് ഇൻറ്റു ഡോ n1 ബൈ ഡോ ടി. ഇത് ലെഫ്റ്റ് പാർട്ടായി. റൈറ്റ് പാർട്ടിൽ എന്താ എഴുതേണ്ടത്? എച്ച് കട്ട് ഇൻറ്റു ടി ഇൻറ്റു സൈ 2 മൈനസ് ഇ ഇൻറ്റു വി ഇൻറ്റു സൈ 1 ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി നമ്മളിവിടെ നമുക്കൊരു കോമൺ ഫാക്ടറിനെ ഇപ്പുറത്തോട്ടേക്ക് എടുക്കണം. അതിന് നമ്മൾ എടുക്കുന്നത് ഈ സെക്കൻഡ് പാർട്ടിൽ ഇ റൈസ് ടു ഐ തീറ്റ 1 ഇൻറ്റു n1 റൈസ് ടു മൈനസ് ഹാഫ് ആണ് നമ്മൾ പുറത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഐ എച്ച് കട്ട് ഉണ്ട്, അതവിടെ കിടന്നോട്ടെ. ഐ എച്ച് കട്ട് ഉണ്ട്. ഇനി പുറത്തെടുക്കാൻ പോകുന്നത് എന്താ? ഇ റൈസ് ടു ഐ തീറ്റ 1 ഇൻറ്റു n1 റൈസ് ടു മൈനസ് ഹാഫ് ആണ് നമ്മൾ പുറത്തെടുക്കാൻ പോകുന്നത്. ഇവിടെ n1 റൈസ് ടു മൈനസ് ഹാഫ് ഇല്ല, ഇവിടെ n1 റൈസ് ടു ഹാഫ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് n1 റൈസ് ടു മൈനസ് ഹാഫ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ n1 അകത്ത് വരണം. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദ സെയിം ക്വാണ്ടിറ്റി തന്നെ കിട്ടും. n1 മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കിയേ, n1 റൈസ് ടു മൈനസ് ഹാഫ് അകത്തേക്ക് പോകുമ്പോൾ മൈനസ് ഹാഫ് പ്ലസ് 1 വരും, അതായത് പ്ലസ് ഹാഫ്. അത് തന്നെയാണല്ലോ ഇവിടെ കിട്ടിയെന്നത്. അതുകൊണ്ട് വിലയ്ക്ക് ഒരു വ്യത്യാസവും വരാത്ത രീതിയിൽ നമ്മൾ കോമൺ എടുക്കുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം ഉള്ളിൽ. ഇവിടെ ഒരു ഐ ഉണ്ട്, അതിനെ നമ്മൾ ആദ്യം ഇടുന്നു. ഇൻറ്റു ഡോ തീറ്റ 1 ബൈ ഡോ ടി. ഓക്കെ, ഈ ഇ റൈസ് ടു ഐ തീറ്റ 1 നമ്മൾ പുറത്തെടുത്തത് കൊണ്ട് ഈ ക്വാണ്ടിറ്റി ഇവിടെ എഴുതേണ്ട കാര്യമില്ല. വി ഹാവ് ഓൾറെഡി ടേക്കൺ ഇറ്റ് ഔട്ട് സൈഡ്, സോ ദിസ് ഈസ് നോട്ട് നീഡഡ്. ഇനി അടുത്തതിൽ ഇത്രയും ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു, ഇതും എടുത്തു കഴിഞ്ഞു, ഇതും എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഹാഫ് മാത്രമേ ഉള്ളൂ. ദെർഫോർ ഹാഫ് ഇൻറ്റു ഡോ n1 ബൈ ഡോ ടി. ഓക്കെ, ഇപ്പുറത്തെ റൈറ്റ് ഹാൻഡ് സൈഡിൽ അതുപോലെ തന്നെ എഴുതുക. എച്ച് കട്ട് ഇൻറ്റു ടി ഇൻറ്റു സൈ 2 മൈനസ് ഇ വി ഇൻറ്റു സൈ 1. ഓക്കെ, ഇനി ഇവിടെ ഒരു എച്ച് കട്ട് ഉണ്ട്, ഇവിടെ ഒരു എച്ച് കട്ട് ഉണ്ട്. ഇതിനെ രണ്ടിനെയും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇ വി ബൈ എച്ച് കട്ട് എന്ന് ഡിവൈഡ് ചെയ്ത് വരും. ഓക്കെ, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എച്ച് കട്ട് ഒരു ടേമിൽ മാത്രമേ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉള്ളൂ. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെട്ടിക്കളയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ മറ്റേ ടേമിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ ബാക്കിയുള്ളത് ഐ ആണ്. സോ ഐ ഈസ് ദർ, ഇ റൈസ് ടു ഐ തീറ്റ 1 ഈസ് ദർ, n1 റൈസ് ടു മൈനസ് ഹാഫ് ഈസ് ദർ. ഇവിടെ ഒരു ഐ ഉണ്ട്, n1 ഉണ്ട്, ഡോ തീറ്റ 1 ബൈ ഡോ ടി ഉണ്ട്, പ്ലസ് ഹാഫ് ഇൻറ്റു ഡോ n1 ബൈ ഡോ ടി ഉണ്ട്. ഓക്കെ, അപ്പം ഇനി ഇവിടെ നമുക്ക് ആ എച്ച് കട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ടി ഇൻറ്റു സൈ 2 മൈനസ് ഇ വി ഡിവൈഡഡ് ബൈ എച്ച് കട്ട് ഇൻറ്റു സൈ 1. ഇനി നമ്മൾ സൈ 2നും സൈ 1നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. വേണമെങ്കിൽ ഈ ഐനെ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ കോമൺ ആയിട്ട് മൈനസ് ഐ എന്ന് എഴുതാം. അപ്പോൾ ഇ റൈസ് ടു ഐ തീറ്റ 1 n1 റൈസ് ടു മൈനസ് ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു n1 ഡോ തീറ്റ 1 ബൈ ഡോ ടി പ്ലസ് ഹാഫ് ഇൻറ്റു ഡോ n1 ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഇപ്പുറത്ത് മൈനസ് ഐ ആയിട്ട് കൊണ്ടുവന്നു. ടി ഇൻറ്റു സൈ 2ന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? n2 റൈസ് ടു ഹാഫ് ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ 2 മൈനസ് ഇ വി ഡിവൈഡഡ് ബൈ എച്ച് കട്ട് ഇൻറ്റു n1 റൈസ് ടു ഹാഫ് ഇ റൈസ് ടു ഐ തീറ്റ 1. ഇപ്പം നമ്മൾ സൈ 1നും സൈ 2നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഡിവൈഡ് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഈ n1 റൈസ് ടു മൈനസ് ഹാഫിനെയും ഇ റൈസ് ടു ഐ തീറ്റ 1നെയും ഡിവൈഡ് ചെയ്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം ഇവിടെ എന്തേ വരുള്ളൂ? നമുക്ക് ഈ ഹാഫിന് ഈ രണ്ടാമത്തെ ടേമിനെ ആദ്യം എഴുതാം. സോ ഹാഫ് ഇൻറ്റു ഡോ n1 ബൈ ഡോ ടി പ്ലസ് ഐ ഇൻറ്റു n1 ഇൻറ്റു ഡോ തീറ്റ 1 ബൈ ഡോ ടി. ഇത് LHS. RHSൽ ഇത് ഈ ടേം ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പം മൈനസ് ഐ ഓൾറെഡി പുറത്തുണ്ട്. ഈ n2 റൈസ് ടു ഹാഫ് ഉണ്ട്, n1 റൈസ് ടു മൈനസ് ഹാഫ് ഉണ്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ n1 റൈസ് ടു മൈനസ് ഹാഫ് താഴെ ഡിനോമിനേറ്ററിൽ വരും, പക്ഷെ അത് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ n1 റൈസ് ടു ഹാഫ് ആവും. അപ്പോൾ n1 റൈസ് ടു ഹാഫ് ഉണ്ട്, n2 റൈസ് ടു ഹാഫ് ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ബി ക്ലബ് ടുഗദർ ആൻഡ് റൈറ്റ് ലൈക്ക് ദിസ്.
ഇനി ഒരു ഇ റൈസ് ടു ഐ തീറ്റ 1 ഡിവൈഡ് ചെയ്ത് പോവും. ആ ഇ റൈസ് ടു ഐ തീറ്റ 1ഉം തീറ്റ 2ഉം വെള്ളത്തും കൂടെ ചേരുമ്പോൾ നമുക്ക് ഇ റൈസ് ടു ഐ തീറ്റ 2 മൈനസ് തീറ്റ 1 എന്ന് എഴുതാം. ഇനി അകത്ത് വേറൊരാളുണ്ട്, ഇ വി ബൈ എച്ച് കട്ട് n1 റൈസ് ടു ഹാഫ് ഉണ്ട് ഡിവൈഡഡ് ബൈ n1 റൈസ് ടു മൈനസ് ഹാഫ്. മേളിൽ പോകുമ്പം n1 എന്നാവും, ഹാഫ് പ്ലസ് ഹാഫ് എന്നുള്ളത് n1 എന്നാവും. ഇ റൈസ് ടു ഐ തീറ്റ 1ഉം ഇതും കൂടെ ഡിവൈഡ് ചെയ്തും പോവും. അപ്പൊ നമുക്കിത് ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ സപ്പോസ് തീറ്റ 2 മൈനസ് തീറ്റ 1നെ ഡെൽറ്റ എന്നൊരു ഫേസ് ഡിഫറൻസ് ആയിട്ട് എഴുതുകയാണ്. അപ്പൊ അവിടെ എന്താവും, ഇ റൈസ് ടു ഐ ഡെൽറ്റ എന്നാവും. സോ ഇ റൈസ് ടു ഐ തീറ്റ 1 തീറ്റ 2 മൈനസ് തീറ്റ 1 ക്യാൻ ബി റിട്ടൺ ആസ് ഇ റൈസ് ടു ഐ ഡെൽറ്റ. അപ്പൊ നമുക്ക് ഈ എൽ എച്ച് എസും ആർ എച്ച് എസും കൂടെ എഴുതുമ്പോൾ ഹാഫ് ഇൻറ്റു ഡോ n1 ബൈ ഡോ ടി പ്ലസ് ഐ ഇൻറ്റു n1 ഇൻറ്റു ഡോ തീറ്റ 1 ബൈ ഡോ ടി എന്ന് എഴുതിയിട്ട് മൈനസ് ഐ അവിടെ ഓൾറെഡി ഉണ്ട്. എന്നിട്ട് ഇവിടെ എങ്ങനെ എഴുതാം, ടി ഇൻറ്റു n1 n2 ദ ഹോൾ റൈസ് ടു ഹാഫ് ഇൻറ്റു ഇ റൈസ് ടു ഐ ഡെൽറ്റ മൈനസ് ഇ വി ബൈ എച്ച് കട്ട് ഇൻറ്റു n1 എന്ന് വരും. മനസ്സിലായോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ പിന്നെ ഇ റൈസ് ടു ഐ ഡെൽറ്റയെ നമുക്ക് ട്രിഗ്നോമെട്രിക് ഫോമിൽ എങ്ങനെ എഴുതാം, ഇ റൈസ് ടു ഐ ഡെൽറ്റ ഇസ് ഈക്വൽ ടു കോസ് ഡെൽറ്റ പ്ലസ് ഐ സൈൻ ഡെൽറ്റ എന്ന് എഴുതാം. അപ്പൊ അവിടെ നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അന്നേരം ഹാഫ് ഇൻറ്റു ഡോ n1 ബൈ ഡോ ടി പ്ലസ് ഐ ഇൻറ്റു n1 ഇൻറ്റു ഡോ തീറ്റ 1 ബൈ ഡോ ടി is equal to minus I into t into n1 n2 the whole raised to half into cos delta plus I sin delta minus EV divided by h cut into n1 ഇങ്ങനെ വരും. ഇനി നമ്മൾ ബോത്ത് സൈഡ്സിലെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. ഇവിടുത്തെ റിയൽ പാർട്ട് ഏതാ, ഹാഫ് ഇൻറ്റു ഡോ n1 ബൈ ഡോ ടി. ഇവിടെ ശ്രദ്ധിക്കുക, പുറത്തൊരു മൈനസ് ഐ ഉണ്ട്. അപ്പൊ അല്ലായിരുന്നെങ്കിൽ കോസ് ഡെൽറ്റ പാർട്ടാണ് റിയൽ പാർട്ട് വരേണ്ടത്. പക്ഷെ ഈ മൈനസ് ഐയുടെ പ്രസൻസ് കൊണ്ട് ഇവിടെ ഈ ടേം ഇമാജിനറി ആയി പോവും. രണ്ടാമത്തെ ടേം മൈനസ് ഐ ഇൻറ്റു പ്ലസ് ഐ ഇൻറ്റു സൈൻ ഡെൽറ്റയാണ്. അപ്പൊ ഐ ഇൻറ്റു ഐ തന്നെ -1 വരും. പിന്നെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അതും കൂടെ ആകുമ്പോൾ പ്ലസ് ആവും. അപ്പൊ ടി ഇൻറ്റു n1 n2 ദ ഹോൾ റൈസ് ടു ഹാഫ് ഇൻറ്റു സൈൻ ഡെൽറ്റ എന്നുള്ളത് എന്തായിട്ട് മാറും, റിയൽ പാർട്ടായിട്ട് മാറും. പിന്നെ മൈനസ് ഇ വി ബൈ എച്ച് കട്ട് ഇൻറ്റു n1 ഉണ്ട്, അതും പുറത്തൊരു മൈനസ് ഐ ഉള്ളത് കൊണ്ട് അതും ഇമാജിനറി പാർട്ടായിട്ട് മാറും. സോ റിയൽ പാർട്ട് എൽ എച്ച് എസിൽ ഹാഫ് ഇൻറ്റു ഡോ n1 ബൈ ഡോ ടി ആണെങ്കിൽ ഇവിടെ ഏതാണ്, ഈ ഐ ഇൻറ്റു ഐ -1 ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പൊ ആകെപ്പാടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ടി ഇൻറ്റു n1 n2 ദ ഹോൾ റൈസ് ടു ഹാഫ് ഇൻറ്റു സൈൻ ഡെൽറ്റ. ഇതാണ് നമ്മുടെ റിയൽ പാർട്ട്. അപ്പൊ ഇവിടെ നിന്ന് ഡോ n1 ബൈ ഡോ ടി കണ്ടാല് 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2t ഇൻറ്റു n1 n2 ദ ഹോൾ റൈസ് ടു ഹാഫ് ഇൻറ്റു സൈൻ ഡെൽറ്റ. ദിസ് ഈസ് ദ റിയൽ പാർട്ട്. ഇനി ഇമാജിനറി പാർട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം n1 ഇൻറ്റു ഡോ തീറ്റ 1 ബൈ ഡോ ടി ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഇമാജിനറി പാർട്ട്. ഇനി ഇമാജിനറി പാർട്ട് ഇവിടെ രണ്ടെണ്ണം വരും. ഈ മൈനസ് ഐ ഇൻറ്റു ടി ഇൻറ്റു n1 n2 ദ ഹോൾ റൈസ് ടു ഹാഫ് ഇൻറ്റു കോസ് ഡെൽറ്റയും വരും. മൈനസ് ഐ ഇൻറ്റു മൈനസ് ഇ വി ബൈ എച്ച് കട്ട് ഇൻറ്റു n1 വരും. അപ്പൊ ഐ അങ്ങ് മാറ്റുക, ബാക്കിയെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് വരും, മൈനസ് ടി ഇൻറ്റു n1 n2 ദ ഹോൾ റൈസ് ടു ഹാഫ് ഇൻറ്റു കോസ് ഡെൽറ്റ. ഇനി മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, ആ പ്ലസ് ഇ വി ഡിവൈഡഡ് ബൈ എച്ച് കട്ട് ഇൻറ്റു n1. ഇതാണ് നമ്മുടെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. ഇമാജിനറി പാർട്ട് ഇതാണ്. ഇവിടെ നമ്മൾ n1 ഡിവൈഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഡോ തീറ്റ 1 ബൈ ഡോ ടിക്ക് ഒരു ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഓൾറെഡി ഉള്ള ഡോ. സോ നമുക്ക് ഇക്വേഷൻ ഏതുവരെ എത്തി, n1 ഇൻറ്റു ഡോ തീറ്റ 1 ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് ടി ഇൻറ്റു n1 n2 ദ ഹോൾ റൈസ് ടു ഹാഫ് ഡോ കോസ് ഡെൽറ്റ പ്ലസ് ഇ വി ബൈ എച്ച് കട്ട് ഇൻറ്റു n1. ഇതാണ് ഇമാജിനറി പാർട്ട്. പക്ഷെ നമുക്ക് ഏതിന്റെ ഇക്വേഷനാണ് കാണേണ്ടത്, ഡോ തീറ്റ 1 ബൈ ഡോ ടിയുടെ ഇക്വേഷനാണ് കാണേണ്ടത്. സോ ഡോ തീറ്റ 1 ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് ടി ഇൻറ്റു ഈ n1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായി മാറും, n2 ബൈ n1 ദ ഹോൾ റൈസ് ടു ഹാഫ് ആവും. ശരിയല്ലേ? n1 റൈസ് ടു ഹാഫ് ഡിവൈഡഡ് ബൈ n1 എന്നാണ് വരുന്നത്. അപ്പൊ n1 റൈസ് ടു ഹാഫ്
ഹാഫ് താഴെ വരും. അപ്പൊ അതിനെ രണ്ടിനെയും കൂടെ ക്ലബ് ചെയ്ത് നമുക്ക് n2 by n1 the whole raised to half എന്ന് എഴുതാം. ഓൾറെഡി cos delta was there. EV by h cut into ഈ n1 n1 കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. This is the equation for dou theta 1 by dou t എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തിനൊക്കെ ഉള്ള ഇക്വേഷൻ കിട്ടി? dou theta 1 by dou t ക്കുള്ള ഇക്വേഷനും കിട്ടി, dou n1 by dou t ക്കുള്ള ഇക്വേഷനും. അപ്പൊ നമുക്ക് ഈ dou theta 1 by dou t ക്കും ഒരു ഇക്വേഷൻ കിട്ടി, dou n1 by dou t ക്കും ഇക്വേഷൻ കിട്ടി. അത് ഞാനൊന്ന് എടുത്തെഴുതാണ്. dou n1 by dou t is equal to 2t into n1 n2 the whole raised to half sin delta. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 എന്ന് എഴുതി. Then dou theta 1 by dou t is equal to minus t into n2 by n1 the whole raised to half cos delta plus EV by h cut. ഇത് ഇക്വേഷൻ നമ്പർ 6 എന്ന് എഴുതി. സിമിലർലി നമ്മൾ സൈഡ് 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നേരത്തെ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ പുട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് dou n2 by dou t കിട്ടും. അതും ഈ ഇക്വേഷൻ dou n1 by dou t യുടെ ഇക്വേഷൻ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സൈന് കൂടെ വരും എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ സോൾവ് ചെയ്യേണ്ട. അത് നമ്മൾ സിമിലർലി എന്ന് എഴുതിയിട്ട് അതങ്ങ് എഴുതിയാൽ മതി. ഒരു നെഗറ്റീവ് സൈനിന് വ്യത്യാസം വരും. സൈൻ ഡെൽറ്റ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇത് ഇക്വേഷൻ നമ്പർ 7 ആയിട്ട് നമുക്ക് എഴുതാം. സോ അതുപോലെ dou theta 2 by dou t ക്കും നമുക്ക് ഇവിടെ ഈ മൈനസ് ഈ പ്ലസ് EV by h കട്ടിന് മൈനസ് EV by h കട്ടെന്നും വരും. പിന്നെ വരുന്ന വ്യത്യാസം ഈ n2 by n1 റിവേർട്ട് ചെയ്ത് വരും, n1 by n2 എന്നാവും. ഇത്ര വ്യത്യാസം നമ്മളത് സോൾവ് ചെയ്തിട്ട് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് വരുന്നുള്ളൂ. ഇത് ഇക്വേഷൻ നമ്പർ 8 എന്ന് എടുക്കും. ഇനി നമുക്ക് എന്താ വേണ്ടത്? ആക്ച്വലി നമുക്ക് വേണ്ടത് ഫേസ് ഡിഫറൻസ് ആണ്. അതായത് dou theta 2 മൈനസ് dou theta 1 by dou t, അതായത് 8 മൈനസ് 6 ആണ് നമുക്കിനി വേണ്ടത്. കാരണം ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. Therefore, dou by dou t of theta 2 minus theta 1 എന്ന് എഴുതുമ്പോൾ ഇവിടെ 8 minus 6 എഴുതുമ്പോൾ മറ്റൊരു കണ്ടീഷനും കൂടെ എഴുതുന്നുണ്ട്. രണ്ട് സൂപ്പർ കണ്ടക്ടറും ഒരേ ടൈപ്പായിട്ട് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ n1 equal to n2 എന്ന് വരും. അപ്പൊ ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് n1 equal to n2 എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ആകെപ്പാടെ എന്തേ വരുള്ളൂ? മൈനസ് 2e into v ഡിവൈഡഡ് ബൈ h കട്ട്. ഇത്രയേ നമ്മൾക്ക് ഈ ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ വരുള്ളൂ. നമുക്ക് നേരത്തെ അറിയാം theta 2 minus theta 1 നമ്മൾ ഡെൽറ്റ. സോ ഈ theta 2 minus theta 1ന് ഡെൽറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. dou delta by dou t is equal to minus 2ev by h കട്ട് എന്ന് കിട്ടും. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ കിട്ടുമല്ലോ. Therefore, integrating delta is equal to minus 2ev into t integrate ചെയ്യുമ്പോൾ ഡിവൈഡ്. സോ ഡെൽറ്റ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. ഇനി എന്തുകൊണ്ട് ഒരു പ്ലസ് ഡെൽറ്റ 0 ഉണ്ട്? ഈ ഡെൽറ്റ 0 എന്താ? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. സോ ഇതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു ഇക്വേഷൻ ഉള്ളത് i is equal to I0 into sin delta എന്ന് പറയുന്നത്. ഇത് DC ജോസഫ്സൺ എഫക്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ട ഇക്വേഷനാണ്. ഈ ഡെൽറ്റയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. therefore I0 into sin minus 2 delta 0 minus 2e vt by h cut. ഇതിന് നമ്മൾ ഒമേഗ എന്ന് കൊടുക്കും. ഏതിന്? 2ev by h കട്ടിന് ഒമേഗ എന്ന് കൊടുക്കും. അപ്പോൾ I is equal to I0 sin delta 0 minus omega t എന്ന് വരും. ഇതൊരു ഫ്രീക്വൻസി പാർട്ടല്ലേ. അതുകൊണ്ടാണ് ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ഒരു RF ഓസിലേഷൻ തരുന്നു എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ഒമേഗ ഉള്ളതുകൊണ്ടാണ്. ഈ ഇക്വേഷനിൽ ഒമേഗ ഉള്ളതുകൊണ്ടാണ്. So this is what is Josehson effect, AC Josehson effect. We got an equation for current passing through it and it shows that RF oscillation ആണ് ഉണ്ടാകുന്നത്. അത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഒമേഗയാണ് നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ്. താങ്ക് യു.